നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു കോടിയെ കുറിച്ചാണ്. എങ്ങനെയാണ് 1 കോടി രൂപ സമ്പാദിക്കാം എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് നിങ്ങൾ പലപ്പോഴും 1 കോടി എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു തുകയായിട്ട് കാണരുത് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പലപ്പോഴും നമ്മളെ ചിന്താഗതി ഒന്ന് ഉയർത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ 1 കോടിയിലേക്ക് എത്താൻ സാധിക്കും. പലപ്പോഴും 1 കോടി അല്ലെങ്കിൽ കോടികൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ വല്ല അഴിമതിയോ അല്ലെങ്കിൽ വല്ല ഓണ മെമ്പറൊക്കെ കേൾക്കുമ്പോഴാണ് 1 കോടിയെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. പക്ഷെ അത് മാറി നമ്മൾ എങ്ങനെ 1 കോടി രൂപ സമ്പാദിക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് 1 കോടി രൂപ സമ്പാദിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വരുമാനം ഉണ്ടാക്കണം. 1 കോടി രൂപ നമ്മൾ കയ്യിൽ എത്തിക്കണം. അതിന് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സേവനം. പ്രൊഡക്റ്റോ സേവനോ വിറ്റുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 1 കോടി സമ്പാദിക്കാൻ സാധിക്കണം. അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 കോടി രൂപ എന്ന് പറയുമ്പോൾ ഒരു 10,000 രൂപയുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സേവനം ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, 1000 തവണ വിറ്റാൽ നമുക്ക് 1 കോടി രൂപ സമ്പാദിക്കാൻ കഴിയും. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളെ കയ്യിലുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സേവനം അത് ഒരു 1000 10,000 ഒക്കെ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വിൽക്കുകയാണെങ്കിൽ നമുക്ക് 1 കോടി രൂപയിലേക്ക് എത്താൻ സാധിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് പറയാൻ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരു 10,000 രൂപയുടെ പ്രൊഡക്റ്റ് 1000 തവണ വിൽക്കുക അല്ലെങ്കിൽ ഒരു സേവനം വിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് എങ്ങനെ കണ്ടുപിടിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചപ്പാടുണ്ടാവും. അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ കയ്യിൽ എന്താണ് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ നോക്കുക. ആദ്യം നിങ്ങളതിൽ പ്രൊഡക്റ്റ് ഉണ്ടോ, അതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് അതിന് വിൽക്കാൻ പറ്റിയ നല്ല പ്രോഫിറ്റ് ഉള്ള നല്ല പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ആദ്യം കണ്ടെത്താം. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇല്ല, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സേവനമാണ്. എന്ത് സ്കില്ല്, അത് നിങ്ങൾക്കൊരു സ്കില്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് കഴിവുണ്ടോ, അത് എങ്ങനെ പരമാവധി വിറ്റുകൊണ്ട് നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഈ 1 കോടിയിലേക്ക് എത്താൻ പറ്റും എന്നാണ് പിന്നീട് ചിന്തിക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കണം. ഇപ്പോൾ മാർക്കറ്റിലിപ്പോൾ ഇന്ത്യയിൽ തന്നെ 100 കോടി ജനങ്ങളുണ്ട്. അവർക്കൊക്കെ നിങ്ങളൊരു പ്രൊഡക്റ്റ് വിറ്റാൽ തന്നെ നിങ്ങൾ ഈ കോടീശ്വരനാവാൻ സാധിക്കും. പക്ഷെ നിങ്ങളെന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ് മെയിൻ കാര്യം. നമ്മളൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും നല്ല ലാഭമുള്ള പ്രൊഡക്റ്റ് തന്നെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു 10,000 രൂപ, ഒരു 1000 രൂപയുടെ ഒരു സാധനം വിൽക്കുന്നത് വെച്ചാൽ അതൊരു 10 വിറ്റാൽ മതി, എന്ത് ചെയ്യും, 10,000 രൂപ ആവും. അല്ലെങ്കിൽ 100 വിറ്റാൽ 1,00,000 രൂപ ആവും. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു 100 രൂപയുടെ പ്രൊഡക്റ്റിനെ വിചാരിക്കുക. ഈ 100 രൂപയുടെ പ്രൊഡക്റ്റ് എത്ര പേരിൽ വിൽറ്റ് കഴിഞ്ഞാലാണ് നമ്മൾ ഈ എമൗണ്ടിൽ എത്താൻ സാധിക്കുക. അതായത് എപ്പോഴും നമ്മൾ ലാഭമുള്ള പ്രൊഡക്റ്റ് എടുക്കുക, വിൽക്കുക എന്നുള്ളതാണ്. ആകുമ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യമില്ല. കുറച്ച് ആളുകളെ കണ്ടെത്തിയാൽ തന്നെ നമ്മൾ സമയം ലാഭിക്കാൻ പറ്റും. എപ്പോഴും നല്ല, ഇനിയിപ്പോൾ 1 കോടി ചലഞ്ച് എന്നല്ല, എന്തെങ്കിലും ബിസിനസ് ചെയ്യുമ്പോഴും പെട്ടെന്ന് പ്രോഫിറ്റ് ആവുന്നതും വരുമാനം കിട്ടുന്നതും ബിസിനസ്സുകൾ ചെയ്യാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞത്. ഇനി 1 കോടി ചലഞ്ചിലോട്ട് നിങ്ങളെ മൈൻഡ് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ചലഞ്ച് എന്ന് പറയുന്നത്. അത് എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങളെ ചുമരിൽ 1 കോടി ചലഞ്ച് എന്ന് എഴുതി വെക്കുക. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ കാണണം. അത് നിങ്ങളുടെ മനസ്സിലിങ്ങനെ ചിന്തയിൽ എപ്പോഴും വരണം, എനിക്കൊരു 1 കോടി രൂപ സമ്പാദിക്കണം അല്ലെങ്കിൽ 1 കോടിയിലേക്ക് എത്തിക്കണം എന്നുള്ള ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ വേണം. അത് നിങ്ങൾ ചെയ്യേണ്ടതാണ് 1 കോടി രൂപ എന്നുള്ളത്. അത് നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ എൻ്റെ വീഡിയോ കാണുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് 1 കോടി രൂപ ഉണ്ടാക്കണം എന്ന് തോന്നും. പിന്നെ കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യും, അതവിടെ അവസാനിക്കും. അത് പാടില്ല. അപ്പോൾ നിങ്ങൾക്കത് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ വരണം, എനിക്ക് 1 കോടി രൂപ. കോടികളെ കുറിച്ച് തന്നെ ചിന്തിച്ചു തുടങ്ങണം. അങ്ങനെ തന്നെയാണ് നമ്മളതിൽ ഇത് നല്ല ക്യാഷും നല്ല വരുമാനവും നല്ലൊരു നിങ്ങളെ ആഗ്രഹങ്ങളിലൊക്കെ എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വരുമാനം തന്നെ വേണം. അപ്പോൾ ഇനി നിങ്ങൾ കോടികളെ കുറിച്ച് ചിന്തിച്ച് യാതൊരു കുഴപ്പമില്ല. അപ്പം അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക, 1 കോടി എന്നുള്ള നിങ്ങൾ എഴുതി വെക്കുക. പിന്നീട് നിങ്ങൾ അടുത്ത് ചിന്തിച്ചാൽ ഒരു ഡയറി മേടിക്കുക. ഡയറി മേടിച്ചിട്ട് സ്ഥിരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് ഞാൻ ഈ 1 കോടി രൂപ ഉണ്ടാക്കാൻ എന്ത് ചെയ്തു എന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് എഴുതി വെക്കുക. ഇന്ന് ഞാൻ എന്താ ചെയ്തത്, ഇതിനു വേണ്ടി എന്ത് പ്രവർത്തിച്ചു എന്ന് കൃത്യമായി എഴുതുക. അപ്പം നിങ്ങൾ ഉടൻ തന്നെ എന്ത് ചെയ്യുക, നല്ല പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ നല്ല സേവനങ്ങൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഒരു സേവനമാണ് ചെയ്യണമെങ്കിൽ പോലും എന്ത് ചെയ്യുക, നല്ല ലാഭവും അല്ലെങ്കിൽ നല്ല വരുമാനം കിട്ടുന്ന സേവനങ്ങൾ കണ്ടുപിടിക്കുക. നല്ല ക്യാഷ് മേടിച്ചുകൊണ്ട് സേവനം ചെയ്യാൻ പറ്റുന്നത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, ആലോചിക്കുക, 1 കോടി രൂപ കണ്ടെത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക, കോടീശ്വരനാകാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറിയാൽ തന്നെ ഈ പണക്കാരൊക്കെ അങ്ങനെയാണ്, അവരിങ്ങനെ ഇതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ നിങ്ങൾ അതിലോട്ട് മാറുക, നിങ്ങൾക്ക് എല്ലാം വിജയിക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങൾ ചലഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ, ഇതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടെത്തിയോ സേവനങ്ങൾ കണ്ടെത്തിയോ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.